പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ നിറഞ്ഞവരെ, ഈ കഴിഞ്ഞ ദിവസം ഏറെ ലോക ശ്രദ്ധ നേടിയ, മാധ്യമ ശ്രദ്ധ നേടിയ ഒരു വിവാഹമായിരുന്നു ഇന്ത്യയിൽ നടന്നത്. ലോകത്തിലെ പല പ്രമുഖരും, നമ്മുടെ രാജ്യമെമ്പാടുമുള്ള സെലിബ്രിറ്റികളും രാഷ്ട്രീയ പ്രമുഖരും ബിസിനസ് സമ്രാട്ടുകളും ഈ വിവാഹത്തിൽ പങ്കെടുക്കുകയുണ്ടായി. വളരെ ഗംഭീരമായിരുന്നു ആ വിവാഹം. വിവാഹ വേളയിൽ ഈ കുടുംബം രണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. ഒന്ന്, ഒരു വലിയ സമൂഹ വിവാഹം ഒരുക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് ഒരു വലിയ സമൂഹ വിരുന്ന് നൽകുകയുണ്ടായി, ഒരു സദ്യ നൽകുകയുണ്ടായി. രണ്ടും നല്ല പ്രവൃത്തികളാണ് ഈ കുടുംബം ചെയ്തത്. അവരുടെ സമ്പത്തിൻ്റെ സമൃദ്ധിയിൽ നിന്നുമാണ് ഇതെല്ലാം നൽകിയത്. സമൂഹ വിവാഹവും അതുപോലെ തന്നെ വിവാഹ വിരുന്നും. ഞാനിവിടെ ഇവരുടെ നന്മയെ കുറച്ചു കാണിക്കുകയില്ല, ഇവരുടെ നല്ല പ്രവൃത്തി താഴ്ത്തിക്കെട്ടുകയില്ല, ഇവരെ ആരെയും വിധിക്കുകയുമല്ല. ഇവർ നൽകിയത് അവരുടെ സമ്പത്തിൻ്റെ സമൃദ്ധിയിൽ നിന്നുമാണ് നൽകിയത്. പലപ്പോഴും മനുഷ്യൻ നൽകുക അവൻ്റെ സമ്പത്തിൻ്റെ സമൃദ്ധിയിൽ നിന്നുമാണ്. വളരെ കുറച്ചു പേര് മാത്രമേ അവരുടെ ഇല്ലായ്മയിൽ നിന്നും നൽകിയുള്ളൂ. ഇല്ലായ്മയിൽ നിന്ന് നൽകിയ കുറച്ചു പേര് പ്രളയത്തിൻ്റെ വേളയിൽ നമ്മൾ കാണുകയുണ്ടായി. ആ മുഖങ്ങൾ ഇന്നും നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. ആ മുഖങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്നും മാഞ്ഞുപോകുകയില്ല. കാരണം അവരുടെ ഇല്ലായ്മയിൽ നിന്നുമാണ് അവർ അതെല്ലാം നൽകിയത്. ഇല്ലായ്മയിൽ നിന്നും കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് 5 അപ്പവും 2 മീൻ നൽകിയ ഒരു ബാലനെയാണ് നമ്മൾ ഇന്നത്തെ വചനഭാഗത്ത് കണ്ടുമുട്ടുന്നത്. വചനത്തിൽ നമ്മൾ കാണുന്നു, ഒരു വലിയ ജനതതി യേശുവിനെ അനുഗമിക്കുന്നതായിട്ട്. കർത്താവ് പ്രവർത്തിച്ച നിരവധിയായിട്ടുള്ള അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് അവർ അവനെ അനുഗമിച്ചത്. ഈ സമയം മറ്റുള്ള അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ കൂടെയുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള സാധ്യതയെക്കുറിച്ച് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ ഫിലിപ്പോസിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു. യോഹന്നാൻ 6:7 നമ്മൾ വായിക്കുന്നു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. കാരണം വലിയൊരു ജനക്കൂട്ടമാണ് യേശുവിനെ അനുഗമിച്ചത്. എന്നാൽ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും 5 അപ്പവും 2 മീനുമുള്ള ഒരു ബാലനെ അന്ത്രയോസ് അപ്പോസ്തലൻ കണ്ടെത്തി യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നു. തുടർന്ന് ഒരു വലിയ അത്ഭുതത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള സാധ്യതയെക്കുറിച്ച് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ 2 അപ്പോസ്തലന്മാരുടെ വേറിട്ട പ്രതികരണങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാനുള്ള 200 ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ലെന്ന് നെഗറ്റീവ് അഭിപ്രായത്തിൻ്റെ, അശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഉടമയാണ് അപ്പോസ്തലനായ ഫിലിപ്പോസ്. 5 അപ്പവും 2 മീനും കൈവശമുള്ള ഒരു ബാലനെ കണ്ടെത്തി യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന അന്ത്രയോസ് അപ്പോസ്തലൻ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. യേശു പ്രവർത്തിച്ച നിരവധിയായ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വ്യക്തികളാണ് ഇവർ. അതിൻ്റെ ഫലവും അനുഭവിച്ച വ്യക്തികളാണ് കൂടിയാണ് ഇവർ. എന്നാൽ കർത്താവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ശക്തിയുണ്ടെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നത് അന്ത്രയോസ് അപ്പോസ്തലന് മാത്രമാണ്. അതിനാൽ തന്നെയാണ് ഈ ബാലനെ യേശുവിൻ്റെ അടുക്കലേക്ക് അന്ത്രയോസ് അപ്പോസ്തലൻ കൂട്ടിക്കൊണ്ടുവരുന്നതും. അങ്ങനെ അശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഫിലിപ്പോസ് അപ്പോസ്തലൻ നിലകൊള്ളുമ്പോൾ, ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അന്ത്രയോസ് അപ്പോസ്തലൻ നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ 2 ഭാവങ്ങളാണ്, 2 സാധ്യതകളാണ് യഥാർത്ഥത്തിൽ ഈ 2 അപ്പോസ്തലന്മാരിൽ കാണുവാൻ സാധിക്കുന്നത്. ചിലപ്പോഴെല്ലാം നമ്മൾ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിൽ മുങ്ങിത്താഴുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ഇനി മുന്നോട്ട് പോകുവാൻ ഒരു സാധ്യതയില്ലെന്നും പറഞ്ഞ് സ്വയം വിധി എഴുതുമ്പോൾ അപ്പോസ്തലനായ ഫിലിപ്പോസിനെ പോലെ അശുഭാപ്തി വിശ്വാസത്തിൻ്റെ വ്യക്താക്കളായിട്ട് നമ്മൾ മാറുന്നു. ചിലപ്പോഴെല്ലാം ജീവിതത്തിലെ പ്രതിസന്ധികളിലും പരാജയങ്ങളിലും അടിപതാറാതെ പ്രതീക്ഷയോടെ ഒരു കിരണം കണ്ടെത്തി അപ്പോസ്തലനായ അന്ത്രയോസിനെ പോലെ നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ മുന്നേറുവാനും ശ്രമിക്കുന്നു. നമുക്ക് മുൻപിൽ
രണ്ട് സാധ്യതകളുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് തീരുമാനിക്കാം. ജീവിതത്തിൽ ചില വ്യക്തികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും നെഗറ്റീവ് അഭിപ്രായം മാത്രം പറയുന്നവർ, എന്തിനും ഏതിനും തടസ്സങ്ങൾ മാത്രം കണ്ടെത്തുന്നവർ, ശുഭാപ്തി വിശ്വാസമില്ലാത്തവർ. ഓർക്കുക, എല്ലാ കാര്യത്തിലും അങ്ങനെ നെഗറ്റീവ്സമായി ചിന്തിച്ചാൽ, പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല, വിജയിക്കില്ല. ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അവിടുത്തെ ശക്തിയിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയെയും പ്രശ്നങ്ങളെയും പരാജയങ്ങളെയും തരണം ചെയ്യുവാനുള്ള ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടാകും. ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. വചനഭാഗത്ത് നമ്മൾ കാണുന്നു, ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ അപ്പോസ്തലനായിട്ടുള്ള അന്ത്രയോസ് പ്രവർത്തനത്തിനായപ്പോൾ, ഒപ്പം ബാലൻ നൽകുവാൻ തയ്യാറായപ്പോൾ, യേശു ആ സാഹചര്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ തയ്യാറായി. ആ ബാലൻ്റെ വലിയ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. കാരണം കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കാരണമായത് ആ ബാലനാണ്. വചനഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക, പെസഹ തിരുനാൾ അടുത്ത് എത്തിയിരുന്നു. അതിനാൽ തന്നെയാണ് വലിയൊരു ജനം യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള കാരണം. ജെറുസലേമിലേക്ക് ദീർഘയാത്ര ചെയ്യേണ്ടതുകൊണ്ട് ജനങ്ങൾ എല്ലാവരും തന്നെ ഭക്ഷണം കയ്യിൽ കരുതിയിട്ടുണ്ട്. അന്നത്തെ രീതിയുമായിരുന്നത്. ഒരുവിധം എല്ലാവരുടെയും കയ്യിൽ ഭക്ഷണം ഉണ്ടായിരിക്കെ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, ഈ ബാലൻ മാത്രമാണ് അത് നൽകുവാനും പങ്കുവയ്ക്കുവാനുമൊക്കെയായിട്ട് തയ്യാറായത്. ഇല്ലായ്മയിൽ നിന്നും നൽകുവാൻ അവൻ തയ്യാറായത് കൊണ്ട് ആണ് ഈശോ ഇവിടെ അത്ഭുതം പ്രവർത്തിച്ചത്. ഇല്ലായ്മയിൽ നിന്നും നൽകിയ നിരവധി പേര് നമുക്ക് വിശുദ്ധ ബൈബിൾ കാണുവാനായിട്ട് സാധിക്കും. വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച ദരിദ്രയായിട്ടുള്ള ഒരു വിധവയെ യേശു പ്രകീർത്തിക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അതിന് കാരണം ഈശോ തന്നെ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. മർക്കോസ് 12:43 വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. അവൻ ശിഷ്യന്മാരടുത്ത് വിളിച്ച് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ഇല്ലായ്മയിൽ നിന്ന് മാത്രമല്ല, ഉള്ളതുപോലെ നൽകുവാൻ തയ്യാറായ വിധവയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫലമായി അവ ദൈവം കണ്ടു, ദൈവപുത്രൻ അവയെക്കുറിച്ച് പ്രകീർത്തിച്ചു എന്നുള്ളതാണ് ഈ നൽകുന്നതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. മറ്റൊരിക്കൽ നമ്മൾ കാണുന്നു, ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിട്ടുള്ള സക്കേവുസ് തനിക്കുള്ളതെല്ലാം നൽകുവാൻ തയ്യാറായപ്പോൾ അവൻ്റെ ഹൃദയത്തിലും ഭവനത്തിലും മുഴുവൻ ഈശോ വന്നു നിറഞ്ഞു. ലൂക്കാ 19:1-10 വരെയുള്ള വചനം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. സക്കേവസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവ്, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. യഥാർത്ഥത്തിൽ സക്കേവസ് ജീവിതത്തിൽ നേടിയതെല്ലാം ഈശോയെ പ്രതി നൽകി, പൂർണ്ണമായി നൽകി. ഇവിടെ തനിക്കുണ്ടായതെല്ലാം നൽകിക്കൊണ്ട് ഈശോയെ സ്വന്തമാക്കുകയായിരുന്നു സക്കേവസ്. ഏറ്റവും മൂല്യമുള്ള ക്രിസ്തുവിനെ സ്വന്തമാക്കുകയായിരുന്നു. വചനഭാഗത്ത് കണ്ടുമുട്ടുന്ന ബാലനും സുവിശേഷങ്ങൾ നമ്മൾ കാണുന്ന വിധവയും സക്കേവസും എല്ലാവരും തന്നെ പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ട് നൽകുവാനായിട്ട് തയ്യാറായി. അതിനാൽ തന്നെയാണ് ഈശോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും തയ്യാറായത്. പ്രിയമുള്ളവരെ, ഇന്ന് സാങ്കേതികമായി നമ്മൾ ഒത്തിരി പുരോഗമിച്ചിട്ടുണ്ട്. ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്നും മറ്റൊരു കോണിലേക്ക് നിമിഷനേരം കൊണ്ട് ആശയവിനിമയം നടത്തുവാൻ സാധിക്കുന്നു. ലോകം ഒത്തിരി ചെറുതായിരിക്കുന്നു, പക്ഷെ സാങ്കേതികമായിട്ട് നമ്മൾ ഒത്തിരി വലുതായിരിക്കുന്നു. നമ്മൾ വളർന്നിരിക്കുന്നു. എന്നാൽ പലപ്പോഴും നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ഇപ്പോഴും ചെറുതാണ്. അവ വളർന്നിട്ടില്ല, വികസിച്ചിട്ടുമില്ല. പങ്കുവയ്ക്കുവാനുള്ള തുറവ് നമുക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. കുറെ കൂടി വിശാലമായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടിയ വ്യക്തികൾ സഹായിക്കട്ടെ. അങ്ങനെ നൽകുന്നതിലൂടെ നമ്മളും അനുഗ്രഹിക്കപ്പെടുമെന്നും മറക്കാതിരിക്കാം. കർത്താവ് പ്രവർത്തിച്ച അത്ഭുതത്തിൻ്റെ വലിപ്പം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. വലിയൊരു ജനക്കൂട്ടം ഭക്ഷിച്ച് തൃപ്തരാവുക മാത്രമല്ല ചെയ്തത്, ഈശോ നൽകിയ അപ്പം മിച്ചം വന്നു, സമൃദ്ധിയായിരുന്നു.
12 കുട്ട നിറയെ അപ്പമാണ് മിച്ചം വന്നത്. കർത്താവ് നൽകുമ്പോഴെപ്പോഴും സമൃദ്ധമായിട്ടാണ് നൽകുക. ഈശോയ്ക്ക് ഒരിക്കലും പിശുക്ക് കാണിച്ച് നൽകുവാനായിട്ട് അറിയില്ല. അവിടത്തേക്ക് അത് സാധിക്കില്ല. കാരണം അവിടുന്ന് ദൈവമായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വഭാവമാണ് സമൃദ്ധമായിട്ട് നൽകുക എന്നുള്ളത്. യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നുണ്ട്. അവിടുത്തെ ആദ്യത്തെ അത്ഭുതം വെള്ളം വീനാക്കി മാറ്റിയത്. അവിടെ നൽകപ്പെട്ട വീനാകട്ടെ ഏറ്റവും നല്ല വീനായിരുന്നു. യോഹന്നാൻ 2:10 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീൻ ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരൂ. എന്നാൽ നീ നല്ല വീന് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകുമ്പോഴെപ്പോഴും ദ ബെസ്റ്റ് ആണ് നൽകുക. നമ്മുടെ എല്ലാവരും ജീവിതത്തിലും ഈശോയ്ക്ക് ദ ബെസ്റ്റ് നൽകുവാനാണ് ആഗ്രഹമുള്ളത്. പക്ഷേ പലപ്പോഴും അവയെ സ്വീകരിക്കുവാനുള്ള ശുഭാപ്തി വിശ്വാസവും പങ്കുവയ്ക്കുവാനുള്ള മനസ്സും നമുക്ക് ഇല്ലാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അന്ത്രയോസിൻ്റെ ശുഭാപ്തി വിശ്വാസവും ബാലൻ്റെ പങ്കുവയ്ക്കുവാനായിട്ടുള്ള വിശാലമായ ഒരു മനസ്സും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം സമൃദ്ധമായി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതിനായിട്ട് ഞാനും നിങ്ങളും തയ്യാറാണോ? ആമേൻ.